ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തേത് ഒരു തമിഴ് മൂവിയാണ് 3BHK. സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീ ഗണേഷ് രചനയും സംവിധാനം നിർമ്മിച്ച സിനിമയാണ് 3BHK. 4 പേരെ ചുറ്റിക്കറങ്ങുന്ന ഒരു സിനിമ. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ കഥയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് പകുതിയോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മാമൻ. സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് മാമൻ. ഇതൊരു ഫാമിലി മൂവിയാണ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് കണ്ണപ്പ. വിഷ്ണു മഞ്ജു, മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് കണ്ണപ്പ. കീരാത എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. കണ്ണപ്പ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി OTTയിൽ ലഭ്യമാണ്. അടുത്ത മൂവി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി S. വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. അവിടെ സാവിത്രി അമ്മയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. മകൾ, മരുമകൻ, പേരക്കുട്ടി 5-ലോടെ വിവാഹ നിശ്ചയം അടുത്തു വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്ത് ഒരു മരണം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇത് ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ട് പ്രകാരം ജൂലൈ 30 അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 വീക്ക് ഇത് റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. കഥയിലെ നായകൻ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. ആദ്യ 3 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാക്കിയ നടന്റെ ഓഫ് സ്ക്രീൻ ജീവിതമാണ് സിനിമ പറയുന്നത്. ഇതിൽ ഡേവിഡ് പടിക്കലായി ടോവിനോ തോമസ് ആണ് അഭിനയിക്കുന്നത്. ടോവിനോ തോമസിനെ കൂടാതെ സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈന പ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റൂമർ പ്രകാരം അടുത്ത മാസം 1 വീക്ക് റിലീസ് ചെയ്യും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം ഓഗസ്റ്റ് മാസം 1 വീക്ക് ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് സൂപ്പർ സിന്ദഗി എന്ന മൂവിയാണ്. മുകേഷ്, ധ്യാൻ ശ്രീനിവാസൻ, പാർവതി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിൻറ്റേജ് സംവിധാനം ചെയ്ത സിനിമയാണ് സൂപ്പർ സിന്ദഗി. ഇത് ഒരു കോമഡി എന്റർടൈനറാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സിദ്ധാർത്ഥ് എന്ന യുവാവ് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനായി പണത്തിനായി നെട്ടോട്ടം ഓടുന്നതും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ കഥ പറയുന്നത്. മനോരമ മാക്സിലൂടെ ഓഗസ്റ്റ് 1 ഇത് റിലീസ് ചെയ്യും.